ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വിസ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് സാൻവിത ഇന്ന് സർപ്രൈസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്നു കേട്ടോ. ആരോടും പറഞ്ഞില്ല, വിസ്മയോടും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. വിസ്മയ ഭയങ്കര ഹാപ്പിയായി. കുറേ നാൾ കൂടി കാണുന്നതെന്ന് തോന്നുന്നു. സ്കൂളിലെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടാട്ടോ. എന്നാലും ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. രണ്ടുപേരും കൂടി ഭയങ്കര കൂട്ടാണ് ഇപ്പോഴും. ഇടയ്ക്ക് ഔട്ടിങ്ങൊക്കെ പോകാറുണ്ട്. പിന്നെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ അടിച്ചു. ഞാൻ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കപ്പപ്പുഴുക്ക്. അതും മീൻകറിയൊക്കെ കൂട്ടി നല്ലവണ്ണം കഴിച്ചു. അങ്ങനെ കുറേ നേരം ഇരുന്ന് ടി വിയൊക്കെ കണ്ട് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിതാ രണ്ടുപേരും കൂടി റീൽസ് എടുക്കുന്നതിനുള്ള തിരക്കാട്ടോ. ഭയങ്കര പ്രാക്ടീസായിരുന്നു. ഞാനും കൂടിയായിരുന്നു കേട്ടോ ഒരു റീലിൽ. ഞാൻ പക്ഷെ അതൊന്നും ഇതിനകത്ത് കാണിക്കണില്ല. പിള്ളേരൊപ്പം കൂടി. പിന്നെ ഇന്ന് ജിജോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങളൊരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ആൾ പോയത്. വീട്ടിൽ നിന്ന് വിളിക്കണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വിട്ടില്ല. ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിപ്പോൾ പുറത്തിറങ്ങി നിൽക്കുക പോകാനായിട്ട്. യാത്ര പറഞ്ഞ് അങ്ങനെ നിൽക്കുക. അപ്പോൾ ധന്യം സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിന്. അപ്പോൾ അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു. ഇത് ഞങ്ങളുടെ നെയ്ബറാണ് അനിലേഷ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ കാണാൻ, വർത്താനം പറയാനൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്ന് വർത്താനം പറഞ്ഞ് സാൻവിത എല്ലാവരെയും ഹഗ് ചെയ്ത് ബായി ഒക്കെ പറഞ്ഞ് പോവാട്ടോ. അപ്പോൾ വിസ്മയും അച്ചുവും കൂടി സാൻവിതേനെ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. രാത്രിയായില്ലേ, തന്നെ വിടണ്ടല്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് ഫോർ എവർ. എനിക്കും ഭയങ്കര കാര്യം ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പൊക്കെ. അപ്പോൾ ഞാൻ വിസ്മയോടും പറയും ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നല്ലതാണ്, ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകണമെന്ന്. ഇന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം ഫ്രണ്ട്സ് എന്ന്. എന്ത് വിഷമമുണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഏറ്റവും അത്യാവശ്യമല്ലേ.